മൊത്തം ലൈറ്റും പോയേ. എടാ ഇത് ഫുള്ള് ലൈറ്റ് പിടിപ്പിക്കുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല അത് റോഡിന്റെ ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, നോ പ്രോബ്ലം, പേടിക്കണ്ട. എല്ലാ വണ്ടിയിലെല്ലാം ലൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അട്ടപ്പാടി ഇടുക്കി ബോർഡറിൽ അല്ലേ അശ്വിനി? 3 ജില്ല ഞാനാണല്ലേ. അപ്പൊ പാലക്കാട് മണ്ണാർക്കാട് ബോർഡറിൽ ഒരു മിനിറ്റ് ഞാൻ ലൈറ്റ് ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. പാഴ്സന്റെ പേരുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പാലക്കാട് മണ്ണാർക്കാട് ബോർഡറിലെ ഇടുക്കി ബോർഡറിലെ അട്ടപ്പാടി. അവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിക്കാനും പിന്നെ നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് 2-3 വ്യൂ പോയിന്റ്സ് ഉണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ പിന്നെന്താണ് ആസ്വദിക്കാനായ ചുരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗ്യാങ് ട്രിപ്പ്. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് നമ്മളെ ഡ്രൈവർ, ഈ വണ്ടിയുടെ ഉടമസ്ഥനുമായ സൂരജ്. അപ്പോൾ നമുക്ക് ഈ സൂരജിന് എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ പറ്റി ഒന്നും പറയാനായിട്ടില്ല. കൂടുതൽ പറയാനുള്ളത് എന്തുകൊണ്ടാ വെച്ചാൽ സൂരജ് ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ്. ട്രിപ്പ് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ട്രിപ്പ് അങ്ങനെയായിരുന്നു, ഈ ട്രിപ്പ് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. അതെ, ആസ്വാദനം കൂടി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ട്രിപ്പ് യാത്ര എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ജീവിതത്തിൽ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആതിരപ്പള്ളിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആതിരപ്പള്ളി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തുമോ? എന്തായാലും ഒരു 1 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, സബ്സ്ക്രൈബേഴ്സിന് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആതിരപ്പള്ളിയൊക്കെ കാണാൻ പറ്റും. ഇവര് കാണാത്ത സ്ഥലമായതുകൊണ്ടേ. അപ്പൊ അടുത്തത് നെക്സ്റ്റ് നമ്മളെ ട്രിപ്പിന്റെ ഓർഗനൈസർ അശ്വിൻ, എന്താണ് പറയാനുള്ളത്? ഇത് വളരെ വളരെ ഒരു ഗംഭീരമാക്കി എന്ത് അല്ലേ നമ്മളെ ഒരു കട്ടൻ ചായ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ പറയാം. എന്തിനാ ഇത്ര വലിയ വളവ് റൂട്ടില്? റോഡാകുമ്പോ വളവൊക്കെ ഉണ്ടാവും, നേരെ വളച്ചോടി. ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ ഓരോ സമയത്ത് പറയുന്നത്. ഇപ്പൊ രാത്രി അതുകൊണ്ട് കറക്റ്റ് കാണാനില്ലേ. ഇപ്പൊ ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അത് കമ്പനി കൊടുത്തതുള്ളൂ അല്ലേ. അത് മാത്രം അവൻ പിടിപ്പിച്ചില്ല, ബാക്കി എല്ലാം കുറെ ലൈറ്റുകളെ പിടിപ്പിച്ചു. അത് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഗാനമേള അങ്ങനത്തെ കുറെ പരിപാടികൾ ഇനി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആരും വീഡിയോ എന്തായാലും സ്ക്രോൾ ചെയ്യാണ്ട് പോയത് കോപ്പിറൈറ്റ് അടിക്കുന്നതാണോ? ഓക്കെ, നെക്സ്റ്റ് പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പ്രൊമോഷൻ കൊടുത്തില്ല. പക്ഷെ കാന്താര അടിപൊളി നമ്മളിപ്പോൾ ടോട്ടൽ 3 മണിക്കൂർ 10 മിനിറ്റാണ് സഞ്ചരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ 116 കിലോമീറ്റർ അല്ലേ, അത്രേ ഉള്ളൂ. കുറഞ്ഞോ? അതുണ്ടോ. വെള്ളപ്പം, ചിക്കൻ പൊള്ളിച്ചത്, അൺലിമിറ്റഡ് നോക്കുന്നു. നല്ല സെറ്റായിട്ടോ. ഇതിന്റെ പേരെന്തായിരുന്നു? നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും. ഇതിൽ ചാറുണ്ടാവും. ചാറൊന്നുമില്ല. എടാ സമയം 3 മണി ആവാനായിട്ടാവും, 2:30. നല്ല ഫുഡ്, നെയ്ച്ചോറും അല്ലെ, അൺലിമിറ്റഡ് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊള്ളിച്ചതും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല റെസ്റ്റോറൻറ്റ്.
ഓഫ് മണി എന്താ മോനെ പവർ തെറ്റാണ്. അപ്പൊ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയാണ്. നമ്മളിപ്പോ സമയം ഏകദേശം ഒരു 3 മണിയായി. കറക്റ്റ് കൃത്യം പറയുകയാണെങ്കിൽ 3 മണി. അപ്പൊ പൊലച്ച് 3 മണിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടോ നെയ്ച്ചോറും ചിക്കൻ പൊടിച്ചല്ലേ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നിങ്ങളും ആദ്യമായിട്ടാ? അപ്പോൾ യാത്ര വീണ്ടും തുടങ്ങിയ നമ്മളിപ്പോ നിലവിലുള്ളത് നമ്മളെ എവിടെയാണ് അത് ബൈപ്പാസിലാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ